എല്ലാം അറിയാലോ, അതനുസരിച്ച് പെരുമാറണം. എന്താ ഒരു രഹസ്യം? അച്ഛന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങണമെന്ന് പറയായിരുന്നു. പാ പാ. കല്യാണം കഴിഞ്ഞ് അവളെയും കൂട്ടി നേരെ ഇങ്ങി പോന്നു. അമ്മയ്ക്കും എനിക്കും അടുക്കളയിൽ ഒരു കൂട്ടാവട്ടെ എന്ന് കരുതി ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാ. അതേതായാലും നന്നായി. ഗോമതി അമ്മേ, അവളെയും കൂട്ടി അകത്തേക്ക് പോ. നന്നായി വരും. ആഹാ, മോള് മാറ്. ഇനി അടുക്കള കാര്യങ്ങളൊക്കെ ഇവള് നോക്കിക്കോളും. വന്ന് കയറിയതല്ലേ ഉള്ളൂ, എല്ലാം ഒന്ന് ശീലാവട്ടെ. ഞാൻ ചെയ്തോളാം ചേച്ചി. വേഗം ആയിക്കോട്ടെ. ഉണ്ണിക്ക് എവിടെയാ പോണെന്ന് പറഞ്ഞ കേട്ടു. എവിടെ? അവന്റെ കാര്യല്ലേ, ഒരു പോക്കും വരവും. എന്താ മോനെ? അമ്മ, ആ പെണ്ണെങ്ങനുണ്ട്? പെണ്ണോ? ഡ്രൈവറുടെ ഭാര്യ. അടുക്കളപ്പണിയൊക്കെ അറിയാൻ തോന്നുന്നു. പിന്നെ കുറച്ച് വൃത്തിയും മെനയൊക്കെ ഉള്ള കൂട്ടത്തിലാ. നല്ല ഉറക്കോ? അതെ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞെന്നാ തോന്നുന്നു. നീ പൊയ്ക്കോ. ആരെയും കണ്ട? ദൈവമേ, എനിക്ക് ആകെ പേടിയാവണം. എനിക്ക് കല്യാണത്തിന് മുമ്പായിരുന്നു പേടി. കല്യാണം കഴിഞ്ഞപ്പോ പേടി ഒന്നും കൂടി കൂടി. അവസാനം ഏറുകൊണ്ട പട്ടിയെ പോലെ. ഞാനാ ബാലകൃഷ്ണൻ. നമുക്ക് തുറക്കണം. എന്താ? എന്ത് പറ്റിയടാ? മോങ്ങാതെ പറ. എങ്ങനെ പോയി? എന്ത് തോറ്റു? ലക്ഷ്മിയെ കാണാൻ പുറത്തിറങ്ങി വന്നാൽ എന്ത് ചെയ്യും? എന്താ ബാലകൃഷ്ണൻ? ആരോ ഒരുത്തൻ ജനാലയിൽ വന്ന് എത്തി നോക്കി. ഞാൻ ജനാല ശക്തിയായി തുറന്നു. അയാൾ താഴെ വീണു. അയ്യോ, ഇതെന്ത് പറ്റി? മൂക്കിന് രക്തം വരുന്നുണ്ടല്ലോ. ആ, അപ്പൊ താനായിരുന്നു ജനാലയ്ക്കല്. ഞാൻ വിചാരിച്ചേതോ കള്ളനായിരിക്കും. അല്ല സാറേ, ഇയാൾ കല്യാണം കഴിച്ചാന്നു? അല്ല. അപ്പൊ അത് തന്നെ, ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കി. ഫസ്റ്റ് നൈറ്റ് ഒക്കെ അല്ലേ? ബാലകൃഷ്ണ കാര്യം. ഇനി കുറച്ച് ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണ അവിടെ ഇനി കുറച്ച് ദിവസത്തേക്ക് അവന്റെ ശല്യമേ കാണത്തില്ല. എനിക്ക് നേരത്തെ സംശയമുണ്ട് ഇവന്റെ കാര്യത്തില്. പോയി കിടന്നു പോകാൻ. ആരായിരിക്കും? ആരാന്ന് ചോദ്യം. ആരാ? ഞാൻ ലക്ഷ്മിയാ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് നീങ്ങുന്നു. നീ വാ. ലക്ഷ്മി എന്താ ഇവിടെ? ബാലേട്ടൻ എന്താ ഇവിടെ? ഞാൻ ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി വന്നു. കള്ളനോ? ആ, കല്യാണം കഴിക്കാത്ത ഒരു കള്ളൻ. എന്തോന്ന്? ആ, അതിന്റെ ഏനക്കേട്. ഇതൊന്നും പറയാൻ നിനക്ക് മനസ്സിലാവത്തില്ല. നീ വന്നേ, നീ വന്നേ. നീ ഇതുവരെ പോയില്ലേ? ഞാൻ ജനല് തുറന്നിടണ അടയ്ക്കണ. പോടാ. സന്തോഷായില്ലേ? മനസ്സിലായില്ല. നീ എന്താണ് പറയുന്നത്? അപ്പൊ ഞാൻ ഊഹിച്ചത് ശരി തന്നെ. അച്ഛാ, ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. എടാ, ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കിട്ടില്ല, അതിന് കല്യാണം കഴിക്കണം. അച്ഛാ, ഇവന് ഉടനെ ഒരു കല്യാണം വേണമെന്നാ പറയണത്. അയ്യേ, വൃത്തികേട് പറയില്ലേ. ഭാര്യ വേണമെന്ന് കണ്ടു, കുറച്ച് നോക്കിയപ്പോ കണ്ടു. മേലാലത്തിലും വൃത്തികേടുകൾ കാണിച്ചാലുണ്ടല്ലോ, അടിച്ചതിന്റെ എല്ലാവരും. ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ അച്ഛതൊക്കെ. കുറെ കാലമായില്ലേ അവൻ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ ഇന്നലത്തോടെ ഞാൻ അവനെ പറഞ്ഞയക്കുമായിരുന്നു. ഒന്നും പറയണ്ട. സമയാകുമ്പോ ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞ് കെട്ടിച്ച് തരാട്ട. എത്ര നാളെന്ന് വെച്ചാ ഈ ഹോട്ടൽ മുറിയിൽ ഇങ്ങനെ താമസിക്കുക? അച്ഛൻ നമ്മുടെ ബന്ധം അംഗീകരിച്ച് തിരിച്ചു വിളിക്കുന്നവരെ.
ഇന്നും ഞാൻ വീട്ടിൽ ചെന്നിരുന്നു. അച്ഛനുമായിട്ട് ഒരുപാട് തർക്കിച്ചു. പിടിവാശി എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടോ? ഞാൻ ഈ ഹോട്ടലിന്റെ ഫോൺ നമ്പർ എഴുതി അച്ഛന്റെ മുമ്പിലേക്ക് ഇട്ടു കൊടുത്തു. വേണേ വിളിക്കട്ടെ. എന്റെ അച്ഛൻ അറിയണം, അച്ഛന്റെ ഒരു ചില്ലി കാശ് പോലും മേടിക്കാതെ ഞാൻ കഷ്ടപ്പെട്ട് കൂലിപ്പണിയെടുത്ത് കുടുംബം പോറ്റുന്ന കാര്യം. എടീ പാറു, യഥാർത്ഥത്തിൽ ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ നീ എന്ത് ചെയ്യും? എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കണേ? സ്നേഹം കൊണ്ട്. എന്റെ പണവും പ്രതാപവും കണ്ട് നീ എന്നെ ഇഷ്ടപ്പെട്ടതാണോന്നറിയാൻ. ഒരിക്കലും ഇതൊന്നുമില്ല എന്നങ്ങനെ പറഞ്ഞാൽ നീ എന്നെ വിട്ടു പോവൂ? എന്താ കണ്ണേട്ട ഇങ്ങനെ? അച്ഛനെല്ലാം ഒരു വാശിക്ക് ചെയ്തു എന്നല്ലാതെ. ഇതുവരെ കിട്ടാത്ത സ്നേഹം, ജീവിതം എല്ലാം ഞാൻ അറിഞ്ഞത് നിന്നിൽ നിന്നാണ്. എനിക്ക് നിന്നെ മതി, നിന്നെ മാത്രം. പക്ഷെ ഇതൊന്നും നിന്റെ വീട്ടിലറിയരുത്. നമ്മൾ എന്തിനാ വെറുതെ അവരെയും കൂടെ വിഷമിപ്പിക്കുന്നത്? അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ഊട്ടിയിലും കുറ്റാലത്തൊക്കെ ആയിട്ട് ഹണിമൂൺ ആഘോഷിച്ച് നടക്കില്ലേ, അല്ലേ? ഹലോ അമ്മ, ഞാൻ കണ്ണനാ. നീ ഊട്ടിന്ന് എപ്പ എത്തി? രാവിലെ എത്തിയുള്ളൂ. നിന്നെ കാണാൻ വേണ്ടി അച്ഛൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അയ്യോ, ഇപ്പൊ എന്തു പറ്റി മോനെ? ഒന്നുമില്ല. അച്ഛൻ എപ്പോഴാ പുറപ്പെട്ടെ? ഒരു 10 മിനിറ്റ് ആയി കാണും. അവർക്ക് ഒരേ നിർബന്ധം, കുറ്റാലം കാണുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോവാ, ഉടനെ പോവാ. അയ്യോ മോനെ പോവല്ലേ, അച്ഛനെ കണ്ടിട്ട് പോയാ മതി. ശരിയെന്ന്, ഞാൻ അച്ഛനെ സ്വീകരിക്കാൻ പോട്ടെ. ഈശ്വരാ, എല്ലാം തൊലഞ്ഞ്. അച്ഛൻ എവിടെടാ? എന്തിനാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഉപകാരം ചെയ്യണം. കുറച്ചു നേരത്തേക്ക് ഈ വീട് എന്റെ വീടാക്കണം, നിന്റെ അച്ഛനെ എന്റെ അച്ഛനും ആക്കണം. ഇത് രണ്ടും ഇങ്ങനെ തെണ്ടിക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല. നീ ഇനി ആരെന്ത് തലപോണ കേസ് പറഞ്ഞാലും എന്റെ അച്ഛനെ തൊട്ടിരിക്കാൻ സമ്മതിക്കില്ല. എന്റെ അച്ഛനെ വാടകയ്ക്ക് ചോദിച്ചു വന്നിരിക്കാ. അച്ഛനെ, നിന്നെ എവിടെയെല്ലാം തിരക്കിയതറിയോടാ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്റെ അടുത്ത് ആരുടെ പറഞ്ഞത്? അച്ഛ കൈക്ക് ഒരു ശ്രമം നടത്തി നോക്കിയതാ. എനിക്ക് അത്യാവശ്യമായിട്ട് നീ ഒരു ഉപകാരം ചെയ്യണോടാ. കേട്ടാ ഞെട്ടാത്ത എന്ത് ഉപകാരവും നിനക്ക് ചോദിക്കാം. പ്രഭാര പ്രഭു ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടോ? അയാൾ ഇങ്ങോട്ട് വരുന്നത്? എന്റെ അച്ഛൻ മാട്ടുപ്പെട്ടി മഹാദേവനെന്നാ ഞാൻ അയാളോട് പറഞ്ഞത്. നിനക്ക് പറ, ഈ ലോകത്ത് വേറൊരു അച്ഛനെ കിട്ടില്ലടാ. അന്ന് അറിയാതെ അങ്ങനെ പറഞ്ഞുപോയി. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പ്രഭു 2-3 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും. അയാളോട് വരുമ്പോ ഞാനും പാർവതി എന്തായാലും ഇവിടെ ഉണ്ടാവണം. അത് നടക്കില്ല. നടക്കില്ലേ? വേണ്ട. അതോട് നിന്റെ ജീവിതം, എന്റെ ജീവിതം, ഇവന്റെ ജീവിതം 3 തകർന്ന് കൊഞ്ഞാട്ട പരുവത്തിലാവും. പുല്ലെല്ലാം നശിക്കണം. ഇടേ, ഞാൻ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് മതിയാണ് എനിക്ക് അഡ്ജസ്റ്റ്മെന്റ്. അതേ ഞാൻ വെക്കണം. ആരാടാ കാറി പോയത്? നിന്റെ അച്ഛൻ. എന്റെ അച്ഛനോ? എടാ, സാക്ഷാൽ മാട്ടുപ്പെട്ടി മഹാദേവനാണ് പോയത്. അയ്യോ, ആ മോന്ത ശരിക്കൊന്നും കണ്ടില്ലേ? അപ്പൊ ഡിക്കിലോ? രോഗി, സംശയ രോഗി. ഇനി ഈ പരിസരത്തുള്ള എല്ലാ അമ്പലങ്ങളും ചുറ്റി വരുന്നവരെ അവൻ ആ ഡിക്കി തന്നെ കാണും. ഓട്ടോ ലോക്ക. അപ്പൊ എന്റെ കാര്യം സമയം പോണ്ട. ഇനി ഈ വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യം നടക്കില്ല. വെറുതെ ടെൻഷൻ എടുക്കാൻ എന്നെ കിട്ടില്ലേടാ. അങ്ങനെ അറുത്ത് മുറിച്ച് പറയാതടാ. നീ ചെല്ലേ, എത്രയും പെട്ടെന്ന് പാർവതിയും കൂട്ടി ഇങ്ങോട്ട് വാ. പിന്നെ ഒരു കാര്യം, 3 മണിക്കൂർ കൂടുതൽ ഇവിടെ നിൽക്കരുത്. നീ എന്താ ചെയ്യാൻ പോണേ? ഒരു ജീവൻ മരണ പോരാട്ടം. അപ്പൊ ലക്ഷ്മി? ലക്ഷ്മിയുടെ അച്ഛൻ മരിച്ചു. എപ്പോ? ഇപ്പോ. ലക്ഷ്മി, ലക്ഷ്മിയുടെ അച്ഛൻ. അയ്യോ, അച്ഛൻ എന്ത് പറ്റി? നീ ടെൻഷൻ ആവാതെ, ഞാൻ പറയുന്നു കേൾക്ക്. ഒന്നും പറയണ്ട, എനിക്ക് എന്റെ അച്ഛനെ ഇപ്പൊ കാണണം. ലക്ഷ്മി. ഇതാണ് എന്റെ വീട്. അച്ഛന്റെ മനസ്സുമാറി നമ്മളെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചത് നിന്റെ ഭാഗ്യമാണ്. പിന്നെ അച്ഛനെ പറ്റി ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് ചോദിച്ചാലും മറുത്തൊന്നും പറയരുത്. അച്ഛനാണെങ്കിൽ സ്ത്രീകൾ മറുപടി പറയുന്ന ഇഷ്ടമേ ഇല്ല. പിന്നെ ഇവരൊക്കെ എത്ര നിർബന്ധിച്ചാലും ഒരു 2-3 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഇവിടെ നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ എവിടെ പോകും? നമ്മൾ ഊട്ടിക്ക് പോകുന്നു ഹണിമൂണിന്. വന്ന് കയറും മുമ്പ് പോയാ അച്ഛനും അമ്മയ്ക്ക് എന്ത് തോന്നും? ഒന്നും തോന്നാതിരിക്കാനായി പോകുന്നത്. ദേ, ഇവൻ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഡ്രൈവർ ആയിരുന്നില്ലേ? അതന്ന്. ഇപ്പൊ ഇവിടുത്തെ ഡ്രൈവറാ. ഡ്രൈവറെ ഇങ്ങ വന്നേ. അച്ഛൻ എന്തിയടാ? അച്ഛൻ പുറത്തു പോയി. എന്നാ വാ, നമുക്ക് കാത്തോട്ടിരിക്കാം. വാ. വേണ്ട, ആദ്യമായിട്ടല്ലേ, അവര് വന്നിട്ട് കേറിയാ മതി. എന്താ മോളെ ഇത്? ഞാൻ പറഞ്ഞിട്ടില്ലേ, അച്ഛന് ഈ ആചാരങ്ങളിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. നീ വലത് കാലം വെച്ച് ഐശ്വര്യമായിട്ട് കയറുക. വാ. ഇതാരാ? ഇത് ഇവിടുത്തെ വേലക്കാരിയാ. ദേ, അച്ഛൻ മുഹൂർത്തത്തിൽ തന്നെ എത്തി. ഭാഗ്യം. അതെ, അച്ഛന്റെ കാഴ്ചപ്പാട് നീ ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായി. ഞാനത് മറന്നു. അല്ല, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ദൈവമേ, നിനക്ക് നന്ദി. പെട്ടെന്ന് ഇങ്ങ് എത്തിക്കാൻ തോന്നിയല്ലോ. എന്തുവാണ് ഈ നോക്കിയിരിക്കുന്നത്? അച്ഛന് ചായ എടുത്തുണ്ടോ? ഇവനെന്താടി എവിടെ? ഇവിടുത്തെ ഡ്രൈവർ. വിവരമില്ലല്ലോ. ഉണ്ടാവത്തിടേ. നല്ല വീടാണ് കേട്ടോ, നല്ല സെറ്റപ്പ്. നിങ്ങളൊക്കെ സന്തോഷമായിട്ട് കഴിയുന്ന അറിഞ്ഞാൽ മതിയുടെ എനിക്ക്. ഇതാണടി മഹാദേവൻ.
ആണെന്ന് തോന്നുന്നു അച്ഛൻ തന്നെ വന്നിരിക്കുന്നു. ആ മോനെ, ആരൊക്കെയാ അവര്? അച്ഛാ അതെന്റെ കൂട്ടുകാരനാ. ആ, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിലെ. ഇപ്പൊ കുറച്ചു നാളായിട്ട് ഗൾഫിലായിരുന്നു. ആ. എന്നെ കാണാൻ വേണ്ടി വന്നതാ. ആ. അത് അവന്റെ ഭാര്യ, അപ്പുറത്ത് ഭാര്യയുടെ അച്ഛൻ. ആ, പിന്നെ ഡിക്കിൽ വല്ലാത്തൊരു ശബ്ദം. സ്റ്റെപ്പിനി ടയർ ലോക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ. നീ ഒന്ന് നോക്കി. ഏയ് ഒന്നുമില്ല ബാബാ. നമസ്കാരം. നന്നായി വരട്ടെ. എന്നെ മനസ്സിലായോ എന്തരോ? എന്റെ മോളെയാണ് ഇവൻ ഓ, കെട്ടിയിരിക്കുന്നത്. മനസ്സിലായി. അകത്തോട്ടിരിക്കാം. ഞാനൊന്ന് അകത്ത് പോയി റെഡി ആയിട്ട് ഉടനെ വരാം. ധൃതിയൊന്നുമില്ലല്ലോ. എന്തൊരു ധൃതി, റെഡി ആയിട്ട് വരി. എന്റെ മോള് ഭാഗ്യവതിയാണ് കേട്ടാ. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. അതെ അതെ. നീ എന്തരടെ നോക്കി നിൽക്കുന്നത് ചുമ്മാ? എനിക്ക് റസ്റ്റ് കാണാം. വാ. ലക്ഷ്മി, ഓ, ലക്ഷ്മി, ഞാൻ പറയുന്നു. ഓ, ഞാൻ മോളെ ഏ? അയ്യോ എപ്പോഴായിരുന്നു എന്തെന്ന്? അച്ഛൻ ഏയ്, അതൊന്നുമല്ല. എനിക്ക് അച്ഛനെ കാണാൻ മോഹം ഉണ്ടെന്ന് പറയാൻ എനിക്കൊരു മോഹം ഉണ്ടായി. ഞാൻ അച്ഛനെന്ന് പറഞ്ഞത് കരഞ്ഞു വിളിച്ചോണ്ട് ഒറ്റ ഓട്ടമല്ലേ? എത്ര ഞാൻ പറയാൻ ശ്രമിച്ചു, കേൾക്കണ്ടേ? അതാണ് മനപ്പൊരുത്തം എന്ന് പറയണത്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരണമെന്നും ചൊല്ലി ഇറങ്ങിയതാണ്. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറിവിട്ടത്. വരും പോവാൻ. എന്തിന്? മരുമോന്റെ വീട്ടിലോട്ട് വരാൻ അമ്മാവി അച്ഛനും അമ്മാവി അമ്മയ്ക്കും പ്രത്യേകിച്ച് കാരണമല്ല വേണോ? സംഭവം ശരി തന്നെ. ആ. പക്ഷെ ഈ തിരക്കിനിടയിൽ ഇതിനൊക്കെ എവിടാ സമയം? എന്തൊരു ദാ, തിരക്ക്? ലക്ഷ്മിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ, എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ അച്ഛൻ. അതാണല്ലോ അതിന്റെ ഒരു രണ്ടുപേരും മരിക്കുന്നില്ല. മഹാഭാഗ്യം. നീ വന്നേ. അച്ഛനമ്മയും കൂടെ വന്നോട്ടെന്നെ. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഇനി പോരെ. എന്തിനാ ആലോചിക്കാൻ? ലീലേ പെട്ടിടേ. അല്ല വാ, ബാലേട്ടാ. രണ്ടുപേരും രണ്ടായിട്ട് ഇയാൾ എന്റെ തനി. വാ. ആ, വരുന്ന. ഓ, അച്ഛൻ ഇതുവരെ ഉണർന്നില്ലേ മോനെ? പുള്ളിക്കാരെ എങ്ങനെ എണീക്കാൻ വൈകും? ഞാൻ വിളിക്കണോ? വേണ്ട, ക്ഷീണമുണ്ടാവും. എണീക്കും എന്നെ വിളിച്ചാ മതി. ആ. പ്രഭു ആണ് രാജാവാണെന്നൊന്നും ഞാൻ നോക്കില്ല. എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ടില്ലേ ചവിട്ടി പുറത്താകും ഞാൻ. അച്ഛാ അച്ഛാ അച്ഛാ, ശല്യപ്പെടുത്താതെ ഉറക്കം, ക്ഷീണം. വിളിക്കടാ. അച്ഛാ, ഒരുപാട് വൈകി. വിളിച്ചു പറയാനുള്ള സ്ഥലമാ. വീട്ടിൽ പോണേ പെട്ടെന്ന് പോണം. ശരി തന്നെ. അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞ് പോവാം. സൂക്ഷിക്കണം, കാലം മോശം. അവരെല്ലാം പോയി. എല്ലാം അകത്തുണ്ട്. കാരണം മോനെ, എന്താ അച്ഛാ? അവൻ മറ്റൊരല്ലേ? ഏയ്, അല്ലല്ല. ഇവൻ ആ, കണ്ണപ്പനല്ലേ? കണ്ണപ്പൻ. ആ. ഞങ്ങള് വിമാനത്തിൽ വെച്ചുള്ള പരിചയമല്ലേ? ചുമ്മാ കാണാൻ വേണ്ടി വന്ന്. എന്തരടെ പേടിപ്പിക്കണത്? അവൻ എന്തായിരുന്നു ഇവിടെ വന്നത്? കണ്ണപ്പന്റെ കൂടെ വന്ന അതിഥി. ഇവ എന്റെ ശത്രുവാണ്. വീട്ടിൽ വന്ന ശത്രുവിനെ മാനിക്കണം. എവരെല്ലാം കൂടി എന്തിനിടെ ഇങ്ങോട്ട് വന്നത്? ഞങ്ങള് പഴയ സുഹൃത്തുക്കളല്ലേ. ഞാൻ കുടുംബസമയം ക്ഷണിച്ചിട്ട് വന്നാ. ഓ, എന്റെ ശത്രുവാണവൻ. എത്രയും വേഗം പറഞ്ഞു വിടണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരട്ടെ. ശരി. ഉറക്കമൊക്കെ സുഖമായിരുന്നോ? ശരിയായില്ല തേവേട്ട, എവന്റെ ശല്യം. ആ, അല്ല, ഇതാരാ? വന്നാട്ട്. ആ, നീ ഇതെവിടെ പോയി? ഞാൻ വീട് വരെ ഒന്ന് പോയതാ. ആഹാ, പ്രഭു. എന്തൊരു തേവേണ്ണ. ഇത് മിസ്റ്റർ കുബേര. വാ, ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് നേരിട്ട് അടുത്തറിയുന്നവര് തന്നെ. അടുത്താലേ വേഷ അറി. ആരാ അത്? യൂണിയൻകാരാ? എന്തു വേണം? ഇവിടെ അടുത്തൊരു ലോഡ് ഇറക്കാൻ വന്നതാ. തിരിച്ചു പോണ വഴിക്ക് പെങ്ങളെ ഒന്ന് കാണാമെന്ന് കരുതി. പെങ്ങളോ? ഇവിടെ ഏത് പെങ്ങളാ നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ മകന്റെ ഭാര്യ. എന്റെ മകന്റെ ഭാര്യ നിങ്ങളുടെ പെങ്ങളോ? അതെ. ആ, കൊള്ളാമല്ലോ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? പോയിട്ട് പിന്നെ വാ. പോട്ടെടാ. ഒന്ന് മാറണം അങ്ങോട്ട്. നീ ബഹളം വെക്കണ്ട. വീട് മാറിയിട്ടുണ്ട്. ഓളിങ്ങി വന്നേ. ആ, ഇവളാണ് എന്റെ മകന്റെ ഭാര്യ. ഇവള് നിങ്ങളുടെ പെങ്ങളാണോ? ഇങ്ങനെ ആ പറഞ്ഞത് സത്യമാണ്. ഞാൻ ആ സത്യം അച്ഛനിൽ നിന്ന് മറച്ചു വെച്ചു. ഞങ്ങൾ രണ്ടുപേരും മഹാദേവന്റെ മക്കളാണ്. ഞങ്ങളുടെ മുതുകത്ത് ഒരുപോലത്തെ മറുക കണ്ടപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം എനിക്ക് മനസ്സിലായത്. എനിക്കൊരു പിടി കിട്ടില്ലടേ. പറടാ, എന്റെ പെങ്ങളവിടെ. എന്റെ മോനെ തൊട്ടാലുണ്ടല്ലോ. മോനെ,
അച്ഛനും ഒരു കാര്യം പറയട്ടെ. നാണക്കേട് കൊണ്ട് പറയാത്തതാ. ഇവിടുത്തെ അടിച്ചുകളിക്കാരിൽ അച്ഛനുണ്ടായ മകനാണ് ഉണ്ണികൃഷ്ണൻ. പറയാ, സത്യം പറയാ. നിന്റെ ആരോട്? അയ്യടാ കൊള്ളാം. അവന്റെ ആരുമല്ല, ഇവളെ ഈ നിൽക്കുന്ന ബാലകൃഷ്ണന്റെ ഭാര്യ, ഇവിടുത്തെ വേലക്കാരി. നീ ഒരു കാര്യം മനസ്സിലാക്കി, എല്ലാം ഞാൻ വ്യക്തമാക്കി തരാം. ഇവിടെ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ തന്നെ എന്റെ ഭാര്യയാണ്. എന്താ നിർത്താ, എനിക്കെല്ലാം മനസ്സിലായി. തരാതരത്തിൽ പെരുമാറുന്നവരെ പണക്കാര്, അവരെ നമ്പർ ഞാൻ പറയാറില്ലേ. ഇനി നീ ഇവിടെ നിൽക്കണ്ട. ഒരു ഉണ്ണി ഇനി ഇവന്റെ വെപ്പാട്ടിയായിട്ട് കഴിയണോ നിനക്ക്? എടാ പുല്ലുകളെ, ഞായപ്പം വിടക്കാൻ വിടക്ക്. ഇതെല്ലാം കണ്ടും സഹിച്ചും വെറുതെ ഇരിക്കുന്ന കരുതണ്ട. ഞാനിപ്പം തിരിച്ചു വരും നിന്റെ ഒക്കെ തലയെറിയാൻ. മഹാദേവാട്ടെ, നിന്റെ കൂടെ എനിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു. സത്യം പറയട്ടെ, നിനക്ക് എത്ര പിള്ളേര്? അടിച്ചേളിക്കാരിലും അല്ലാതെ ഉണ്ടായതും ചേർത്ത് പറ. എത്ര നൊന്തുവാ? ഒരു തേവേണ്ണ. എടോ, കുടുംബത്തിൽ പറഞ്ഞവനാണ് ഈ മഹാദേവൻ. മഹാദേവൻ ഈ ഭൂമിയിൽ ഒരേ ഒരു സന്തതിയേ ഉള്ളൂ. ഈ നിൽക്കുന്ന എന്റെ മകൻ ഉണ്ണികൃഷ്ണൻ. അപ്പൊ ഈ നിൽക്കണവൻ നിന്റെ മോനല്ലേ? അല്ലടോ. യവനാ? അല്ല. എന്താടാ ഇതൊക്കെ? ആരാടാ ഇവരൊക്കെ? പറയടാ, ഇനി അവനെ അടിക്കരുത്. അവൻ പാവാണ്. ഞാൻ പറയാം, ഞങ്ങൾ രണ്ടുപേരും മാട്ടുപ്പെട്ടി ചന്തയിലെ കൂലിക്കാരാ. വെറും കൂലിക്കാര്. പണം മോഹിച്ച് പണക്കാരുടെ കോലം കെട്ടി ഇവരുടെയൊക്കെ മക്കളെ പറ്റിച്ച് കല്യാണം കഴിച്ച ചതിയന്മാരാ. ഇപ്പൊ ഇവിടെ നിന്ന് വിളിച്ചിറക്കേണ്ട ചെന്താമരയാ ഉണ്ണിയുടെ ഭാര്യ. അവക്ക് വേണ്ടിയാ ഉണ്ണി ഇതിനൊക്കെ കൂട്ടുന്നത്. നീയൊക്കെ മനുഷ്യനാവിടെ? എവരൊക്കെ കൂടെ നമ്മളെ ചതിച്ചല്ലോടെ കുമാരാ. ലക്ഷ്മി, ഇനി ഒരിക്കലും ആ പേര് വിളിക്കരുത്. ഞാൻ എന്ത് ദ്രോഹം നിങ്ങൾക്ക് ചെയ്തത്? എന്റെ അച്ഛൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഇത്രയും ക്രൂരത ഞങ്ങളോട് വേണമായിരുന്നോ? എടാ, ഒന്നുമില്ലായ്മന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കാനും നേടാനും ഞങ്ങൾക്കാവുമെങ്കിൽ കാണിച്ചരാടാ നിന്നൊക്കെ. ഇറങ്ങി പാടി. ഞങ്ങളൊക്കെ വെറും ഉണ്ണാക്കന്മാരില്ലെന്ന് തെളിയിച്ചു തരാവിടെ ചന്തകളെ. തൃപ്തിയായാലോടാ നിനക്ക്? എനിക്ക് തൃപ്തിയായി. ഇതിൽ കൂടുതലൊന്നും ഒരു മകൻ അച്ഛന് വേണ്ടി ചെയ്യാനാവില്ല. മകൻ തന്നോളം എത്തുമ്പോ തനിക്കൊരു തുണയായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. മാനം കെടുത്തൊന്നും ഞാൻ കരുതിയില്ല. ഇറങ്ങി പോടാ പുറത്ത്. വേണ്ട വേണ്ട. സ്വന്തം തന്തയെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ വിട്ടിയാക്കി ഇവൻ നാളെ നിന്റെ തലയെറിയാൻ പോലും മടിക്കില്ല. എനിക്കിങ്ങനൊരു മകനയില്ല. വഴി ഇവിടെ വരാൻ. എടേ പ്രഭാര, ഞാനും നീ ഇതുപോലെ നേരത്തെ ഒരുമിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ചതിവ് പറ്റുമായിരുന്നോടെ? ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കാര്യം? വക്കീലേ, ഡേ, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ബന്ധം ഒഴിയണം. ലവന്മാരെ ഒരു 5-8 കൊല്ലം ജയിലിലോട്ട് തട്ടണം. അതിനെന്തൊരു വകുപ്പ്? കായ എത്ര വേണേലും വാരി എറിയാം. കാശ് കൊടുത്താലൊന്നും കോടതി വിലക്കും അങ്ങനെ ഒക്കില്ല. റൂൾ ഈസ് റൂൾ. റൂളി പെൻസിൽ നടക്കില്ലെന്നല്ല, കാലതാമസം ഉണ്ടാവും. ആദ്യം ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഡൈവോഴ്സിന് അപേക്ഷിക്കണം. അതിനു മുമ്പേ ആ ചേരിക്കാരന്മാരെ കൂട്ടി ലവന്മാർ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നാ എനിക്ക് പേടി. നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ശ്രമിക്കാം. ഇതൊക്കെ നടക്കും. അതിനാണല്ലോ ഞാനുള്ളത്. ഇപ്പൊ പുതുതായി ചാർജ് ചെയ്ത SI ആളപ്പം പരിക്കന. നമുക്ക് അദ്ദേഹത്തിന് ഒരു പെറ്റീഷൻ കൊടുക്കാം, വിവാഹ തട്ടിപ്പിന്റെ പേരിൽ. അതോടെ അവന്മാരെയും ഈ കല്യാണത്തിന് കൂട്ടുനിന്നവരെയും തൂക്കിയെടുത്ത് അത്തിട്ടോളും. പ്രതികൾ ലോക്കപ്പിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡൈവേഴ്സിന് സാധ്യത കൂടുതലാ. നല്ല ബോധമുള്ള വക്കീല്. ഇത് 5000. ഇത് 5000 വേറെ. മാട്ടുപ്പെട്ടി ചന്തയില് 2 കൂലിക്കാരെ ഒഴിവ് ഇപ്പോഴും ഉണ്ടടാ. കണ്ണപ്പനെയും മച്ചാനെയും കാത്തിരിക്കുന്ന അറിയാവുന്ന തൊഴിൽ. എല്ലാം മറന്ന് നമുക്ക് അങ്ങോട്ട് പോവാ. ചുമക്കാൻ 2 ചാക്കും അതിനെതിരെ കൂലിയും കേറി കിടക്കാൻ ഒരു കൂരം കിട്ടിയാ നിനക്കൊക്കെ ഇനിയും ജീവിക്കാല്ലേ? അതും എല്ലാം മറന്ന് എന്നെ തെറ്റിദ്ധരിച്ച് എന്റെ ഭാര്യയെ വലിച്ചിറക്കൊണ്ട് പോയപ്പോ എല്ലാം വിളിച്ചു പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാൻ എന്തുകൊണ്ടെന്നറിയോ? നിങ്ങളെ ഓർത്തിട്ടാ. നിനക്ക് ഞങ്ങളുണ്ടാ. രായപ്പനെ പറഞ്ഞ് മനസ്സിലാക്കി നിന്റെ ഭാര്യയെ തിരിച്ചെടുത്തു തരാൻ ഞങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെയൊക്കെ വാക്കും കേട്ട് ഞാൻ വിഡ്ഢിവേഷം കെട്ടിച്ച എന്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ? പറ. എടാ, അത് രക്തബന്ധമാ, പറിച്ചെറിഞ്ഞാലും പോവില്ല. നീ കണ്ടില്ലേ ലക്ഷ്മിയും പാർവതിയും ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു പോയത്? ചെന്താമരയ്ക്ക് എല്ലാം അറിയാവുന്നതല്ലേ. ഞങ്ങളെ ഇത്രയും സഹായിച്ച നിനക്ക് വേണ്ടി ഞങ്ങൾ നിന്നില്ലെങ്കിൽ പിന്നെ എന്ത് ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്? വാടാ, ചേരിയിലേക്ക് പോവാം. ചതിയായിരുന്നു, ചതി. ആ മച്ചാൻ പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിച്ചു. പാട്ടും കൂത്തുമായി കല്യാണം നടത്തിയിട്ട് അവളവിടെ കൊണ്ടുവരാ മഹാദേവന്റെ വീട്ടിൽ വേലക്കാരിയായിട്ട്, വെപ്പാട്ടിയായിട്ട്. അവിടെ അവന് വേറെ ഭാര്യയുണ്ട്.
പാവൻ ചന്താമര, അവൾ ഇപ്പോഴും അവനെ നമ്പിയിരിക്കുക. അവനോട് ഉടമ്പ് വിട്ട് പീസ് പീസാക്കണം. ഇനിമേ ഒരുത്തനും നമ്മ ഏമാത്തக்கூடாது. நான் அந்த மாட்டுப்பட்டி மச்சான பார்க்க போறேன். நீங்க எல்லாம் என் கூட இருக்கணும். இது நம்ம மான பிரச்சனை. வாடா. രാജപ്പ, നീ കണ്ടതും കേട്ടതൊന്നും ശരിയല്ല. അത് ഞാൻ പറഞ്ഞ കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട ചെത്ത്. അടിയോടെ നിർത്താൻ. ആരുടെ കൂട്ടത്തിൽ മാട്ടുപറ്റി മച്ചാൻ? ഞാനാ. ഓ, അപ്പൊ നീ കണ്ണപ്പൻ. നല്ല തടിയുണ്ടല്ലോടെ രണ്ടെണ്ണത്തിനും. രണ്ട് തന്നാല് ലോക്കപ്പ് കിടന്ന് ചാകില്ല. എന്തിനാണ് ഇവിടെ കിടന്ന് അഭ്യാസം കാണിക്കുന്നത്? ഞാൻ പറയാം സാർ, എന്റെ പെങ്ങൾ ചെന്താമരെ ചതിച്ച് കല്യാണം കഴിച്ചത് ഇവനാ. കൂട്ടുനിന്ന് ഇവന്മാരും. എന്താണ് അവന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ, മൂന്നാം പ്രതി. നീയൊക്കെ നന്നായിട്ട് അഭിനയിക്കും അല്ലേ? ശ്രമിച്ചാൽ ഒരു ഓസ്കാർ വരെ കിട്ടുമല്ലോടാ. ആട്ടെ, എത്ര നാളായി പരിപാടി തുടങ്ങിയിട്ട്? ഏത് പരിപാടി? വിവാഹ തട്ടിപ്പ്. ഇതുവരെ എത്ര കല്യാണം കഴിച്ചു? പെൺപിള്ളാരെ പ്രവർത്തിക്കാൻ വേണ്ടിട്ട് ഞാന് എന്താ സാറ്, എന്തിനാ ഇവരെ തല്ലുന്നത്? ചുമ്മാ ഒന്ന് ഷൈൻ ചെയ്യാൻ. ഇവരൊക്കെ കളിച്ച് കളിച്ച് കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചു. ഇടയ്ക്ക് കളി ഒന്ന് പാളിയപ്പോഴാ എന്റെ റോള് വന്നതും ഞാൻ ഇവിടെ എത്തിയത്. ഒരു കലാശക്കൊട്ടിന് എല്ലാം ഒന്ന് അവസാനിപ്പിക്കണ്ടേ? ആട്ടെ, നമ്മളാരാ? മഹാദേവൻ. ഓ, മഹാദേവൻ, അഞ്ചാം പ്രതി. നിങ്ങളെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അല്ല, നേരിട്ട് നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഞാനിതുവരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. ഇനി എവിടെ നിന്ന് ഇറങ്ങേണ്ടി വരില്ല. പണവും പ്രതാപവും അംഗീകാരവും ഒക്കെ ഉള്ള നിങ്ങൾ എന്തിനാ ഹിമന്മാരോടൊപ്പം കൂടിയത്? മനസ്സിലായില്ല. ഇന്ന് രാവിലെ എനിക്കൊരു പെറ്റീഷൻ കിട്ടി, വിവാഹ തട്ടിപ്പ്. അതിന് കൂട്ടുനിന്ന 5 പ്രതികളെ തേടിയാണ് ഞാനിവിടെ വന്നത്. പോലീസിന്റെ പണി ഉറക്കാൻ ഭാഗ്യത്തിന് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒന്നാം പ്രതി മച്ചാൻ, രണ്ടാം പ്രതി, 3, 4. ഞാനിവിടെ ഉണ്ട്. എന്നെ നേരത്തെ പൊക്കി. അഞ്ചാം പ്രതി ഞാനും അല്ലേ? സർ, കുറ്റക്കാർ ഞാനും ഇവനുമാണ്. മറ്റുള്ളവരെ വെറുതെ വിടണം. മഹാദേവൻ സാർ ഒന്നും അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചടിച്ചത് ഞങ്ങളാ. നിരപരാധികളെ കോടതി തീരുമാനിക്കും. അതത്ര ശരിയായ മറുപടിയല്ല. ശ്രമിച്ചാൽ പോലീസിനും സാധിക്കും. ഇവന്മാര് പലതും പറയും സാർ. പിടിച്ചോണ്ട് പോയി ജയിലിൽ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും. ഒരുത്തനെയും വെറുതെ വിടരുത്. നിങ്ങൾ ശാന്തരാവണം. ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങളൊന്നും പറയണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കണം. കേട്ടേ പറ്റൂ. നിങ്ങളോട് തെറ്റ് ചെയ്തത് ഇവരാരുമല്ല, ഞാനാ. എന്റെ മോൻ ഒരു ഭാര്യയേ ഉള്ളൂ. അത് ഈ രാജപ്പന്റെ പെങ്ങൾ ചന്താമരയാ. ഈ ചേരിയിലെ കുടിൽ നിന്നൊരുത്തിയെ എന്റെ മകൻ വിവാഹം കഴിച്ചു എന്ന് കരുതി മഹാദേവന്റെ വിലയിടുകയില്ല. മറിച്ചത് നന്മയുടെ പേരിൽ ഉയരുമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മോളെ, തെറ്റിദ്ധരിച്ച് നിന്നെ ഞാൻ വേലക്കാരിയായിട്ടാണ് എന്റെ വീട്ടിൽ കയറ്റിയത്. ഇപ്പൊ ഞാൻ എന്റെ മോന്റെ ഭാര്യയായിട്ട് കൂടെ കൊണ്ടുപോകാനാ വന്നത്. കൊള്ളാം. നിരപരാധിത്വം തെളിയിച്ച് ഇവരുടെ പ്രശ്നം സോൾവ് ചെയ്തു അല്ലേ? ന്യായമല്ലാത്ത ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. ഒരു കാര്യം മനസ്സിലാക്കണം. പെൺകുട്ടികളുടെ വീട്ടുകാർ മുൻകൈ എടുത്താണ് ഇവരുടെ വിവാഹം നടത്തിയത്. സാക്ഷികളായി ഒപ്പിട്ടത് അവരുടെ മാതാപിതാക്കൾ. രജിസ്റ്റർ പരിശോധിച്ചാൽ സാറിനത് മനസ്സിലാവും. നിയമാനുസൃതം നടന്ന കല്യാണത്തെ തട്ടിപ്പെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ ഭാര്യമാരെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങളാണ് ആദ്യം പരാതി തന്നിരുന്നെങ്കിൽ സാറിന്റെ നടപടി എന്തായിരിക്കും? സാർ ആർക്ക് വേണ്ടി നിയമം കയ്യിലെടുക്കും? സാർ, ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇരുകൂട്ടർക്കും അവസരം കൊടുക്കണം. ഒന്നിച്ചു നിർത്തി അവരോട് ചോദിച്ചുകൂടെ? സത്യം അങ്ങനെ അല്ലെങ്കിൽ ഇവരെ ശിക്ഷിക്കണം. നിങ്ങൾ ചെന്ന് വിളിച്ചാൽ ആ പെൺകുട്ടികൾ ഇറങ്ങി വരൂ. എങ്കിൽ ഈ പെറ്റീഷന് വില ഉണ്ടാവില്ല. ഉറപ്പുണ്ടെങ്കിൽ കേറിക്ക വണ്ടിയിലോട്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. വാ കുട്ടികളെ. മച്ചാനെ, ഞങ്ങളുണ്ട് കൂടെ. വാടാ. എന്ത് ചുമട്ട് തൊഴിലാളികളൊക്കെ ഇങ്ങോട്ട് വന്നത്? ഇന്ന് ഇവരുടെ മഹാസമ്മേളനം വല്ലതും ഉണ്ടോടെ? ചെല്, നിങ്ങൾക്ക് എന്താ സംസാരിക്കണമെന്ന് വെച്ചാ ചെന്ന് സംസാരിക്കാം. എന്തരാണ് വാലേഷം മുതലാളി? ദൂരദർശനന്റെ പണി എവിടം വരെ ആയി? എപ്പോഴാണ് ഇംഗ്ലീഷ് രാമായണം TV കാണിക്കാൻ പോണത്?
എന്തരടേ ഇവിടെ വെച്ച് പിന്നെയും കാറിന്റെ ആക്സിൽ ഒടിഞ്ഞാടേ? ആ മതി മതി, ഇനി വിഷയത്തിലേക്ക് കിടക്കാം. എന്തൊരു വിഷയം? വിഷയം പറ. ഇതെന്തൊരു പള്ളിക്കൂടാ? ഞങ്ങളെ പറ്റിച്ച ചതിയന്മാരാണ് ഇവര്, കല്യാണ തട്ടിപ്പ് വീരന്മാര്. സത്യം പറയടാ, നീയൊക്കെ ഇതുവരെ എത്ര പെമ്പിള്ളേരെ കല്യാണങ്ങൾ കഴിച്ചിട്ടുണ്ട്? എത്ര പെമ്പിള്ളേരുടെ ജീവിതം നീയൊക്കെ നശിപ്പിച്ചിട്ടുണ്ടേ? എത്ര പെമ്പിള്ളേരുടെ തന്തമാര് ആവാനെ സഹിക്കാൻ വയ്യാതെ തൂങ്ങി ചത്തിട്ടുണ്ട്? അച്ഛാ, അച്ഛനോ? ആരടാ അതിന്റെ അച്ഛൻ? കരക്കരയുടെ പിന്നാക്കെ മലക്കറിയും ചുമന്ന് നടക്കുന്നത് നീ എന്നെ ഇനി അച്ഛാന്ന് വിളിച്ചാലുണ്ടല്ലോ അടിച്ചതിന്റെ കവാലെ കുറ്റി പൊളന്നളയും. കാവറയ്ക്ക് വടുവ. എന്റെ അമ്മോ, ഇതായിരുന്നു എന്തിനാ? ഇവർ രണ്ടുപേരും കൂലികളാ. മാട്ടുപ്പെട്ടി ചന്തയിലെ നല്ല ഒന്നാം തരം ചുമട്ടുകാര്. ഇവർ രണ്ടുപേരും ഇല്ലാത്തത് പലതും പറഞ്ഞു പൊലിപ്പിച്ച് പറ്റിച്ചാണ് നിങ്ങളുടെ രണ്ട് പെൺകുട്ടികളെയും കല്യാണം കഴിച്ചത്. തെറ്റാ അവർ ചെയ്തത്. അതിനുള്ള ശിക്ഷ അവർ അർഹിക്കുന്നുമുണ്ട്. ഏത് കോടതിക്ക് അവരെ ശിക്ഷിക്കാൻ? ആ, ഞങ്ങളൊരു ഒത്തുതീർപ്പിനാ വന്നത്. എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കരുത്. ഇവരെ നിങ്ങൾ ഇനി എങ്ങനെ ശിക്ഷിച്ചാലും നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം തിരിച്ചു കിട്ടുമോ? ചീത്തപ്പേര് മാറുമോ? പിലാച്ചപ്പി. എന്തിന് പിലാച്ചപ്പി. ഞാൻ ഉപദേശം തരാൻ ഇയാൾ ആരുവാ? ചട്ടമ്പി സ്വാമിയാണ്. ഏവന്മാരുടെ വക്കാലത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കണ തന്റെ അടുത്ത് ഞങ്ങൾക്ക് സംസാരിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യം എനിക്കുണ്ട്. കാരണം നിങ്ങൾ കൊടുത്ത പെറ്റീഷനിലെ 5ാം പ്രതിയാണ് ഞാൻ. ഞാൻ അങ്ങനെ പ്രതിയായെന്ന് എനിക്കറിയണം. അത് ഞങ്ങൾ കോടതിയിൽ പറഞ്ഞോളാം. സാറേ, ഏവന്മാരുടെ പൊക്കിൾ നോക്കി നല്ല 4 താങ്ക് താങ്ങി. ഇനി ഒരിക്കലും ഒരു കല്യാണത്തെ കുറിച്ച് ചിന്തിക്കരുത്. എന്താ നിങ്ങൾക്ക് വിചാരം? പോലീസ് എന്താ സ്വിച്ചിട്ട് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളോ അതോ ബുദ്ധിയില്ലാത്ത കഴുതകളോ? വെറുതെ അല്ലല്ലേ, പരാതി എന്നിട്ടല്ലേ. തുട്ടി വേണേ പറയും തരാ. ഒരു പരാതി കിട്ടിയാലുടൻ പരാതിയെ കുറിച്ച് അന്വേഷിക്കാതെ കൈമടക്കം വാങ്ങി ഒരുത്തനെ കസ്റ്റഡിയിലെടുത്ത് 10 പൂശും പൂശി ഇല്ലാത്തതും തെളിയാത്തതുമായ കേസുകൾ തലയിൽ വെച്ച് കെട്ടി പ്രതിക്കൂട്ടിലേക്ക് തള്ളി കയ്യും കഴുകി തിരിച്ചു പോകുന്ന സാഡിസ്റ്റുകളാണ് എല്ലാ പോലീസുകാരും എന്ന് താൻ കരുതിയോ? വിളിക്കണോ നിങ്ങളുടെ മക്കളെ? എനിക്ക് അവരുടെ അഭിപ്രായം കൂടെ അറിയണം. ഇറക്കി വിടണം അവളുമാരെ, ഇറക്കി വിടാനാ പറഞ്ഞത്. ലക്ഷ്മി, പേരെടുത്ത് വിളിക്കാൻ പോലും അർഹതയോ അധികാരമോ ഞങ്ങൾക്കില്ല. കേട്ടതും അറിഞ്ഞതും എല്ലാം സത്യമാ. ഞങ്ങൾ ചുമട്ടുകാരാ. നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ വെറും കൂലികൾ. ചന്തയില് തമ്മിൽ തല്ലിയും പിണങ്ങിയും കഴിഞ്ഞപ്പോ ഞങ്ങൾ കുറെ രൂപ ഉണ്ടാക്കിയ കൊള്ളാൻ തോന്നി. അതും വാശിപ്പുറത്ത്. പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. നിന്നെ ഒരിക്കൽ പെണ്ണാനെത്തിയ ഒരുത്തനെ നിന്റെ അച്ഛൻ അവമാനിച്ചു വിട്ടപ്പോ ആ പക തീർക്കാൻ കണ്ടെത്തിയ കൂലിക്കാരനായി ഞാൻ മാറി. ഇവിടെ എത്തിയപ്പോ കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ കണ്ടപ്പോ കണ്ണു മഞ്ഞളിച്ചു. അപ്പോഴും ലക്ഷ്യം കാശായിരുന്നു. പണവും വീടും പാരമ്പര്യമൊന്നും ഞങ്ങൾക്ക് തരാനില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ. ജീവനുള്ള കാലം വരെ അതിനൊരു കുറവുണ്ടാവില്ല. കൂടെ വരുമെങ്കിൽ. യൂണിയൻകാരോട് കളിക്കരുത്. നിങ്ങൾ പറയുന്നത് കേട്ട് കൈയും വീശി തിരിച്ചു പോകാൻ വന്നവരല്ല ഞങ്ങൾ. രായപ്പാ, ചേരിക്കാര് പാവങ്ങളാ, കൂറുള്ളവരാ. ഞങ്ങൾ തൊഴിലാളികള് കാര്യത്തോടെടുക്കുമ്പോ ഒന്നാ. ഞങ്ങളൊന്ന് വിരൽ നൊടിച്ചാൽ ഈ നിൽക്കുന്നവർ മുഴുവൻ ഇവിടെ ഇടിച്ചു കയറും. നിങ്ങളുടെ 2 പെമ്മക്കളെയും തൂക്കിയെടുത്ത് ഞങ്ങളെ ചെറ്റക്കുടിൽ കൊണ്ടാക്കും. പക്ഷേ ആ കുടിൽ കഴിയാനുള്ള മനസ്സ് ഇവർക്കില്ലെങ്കിൽ വരില്ലെന്നറിയാം. എങ്കിലും ഈ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ഏതെങ്കിലും ജയിലിൽ ഉറക്കമില്ലാത്ത രാത്രി ചിന്തിച്ചിരിക്കുമ്പോ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ എന്ന് മനസ്സ് ചോദിച്ചാൽ ഉത്തരം പറയാനായിട്ടാ. കൂടെ വരുമോ? മറുപടി എന്തും പറഞ്ഞോളൂ, മടിക്കണ്ട. വെറുപ്പാണ് എപ്പോഴും മനസ്സിലെങ്കിൽ ഒരിക്കലും നിന്റെ ജീവിതത്തിന്റെ 7 അയലെത്തി ഞാൻ വരില്ല. മച്ചാനെ, ഞങ്ങൾ ഇറക്കിക്കൊണ്ടുവരാം അവളുമാരെ. മച്ചാൻ ഒന്ന് പറഞ്ഞാൽ മതി. വേണ്ട, എനിക്ക് വേണ്ടി ആരും ബഹളം ഉണ്ടാക്കണ്ട. വെറുതെ അതിമോഹം കൊണ്ട് സാറിനും ചീത്തപ്പേരുണ്ടാക്കി. മഹാദേവൻ സാറ് ഞങ്ങളോട് ക്ഷമിക്കണം, പൊറുക്കണം. സാറിന് ഞങ്ങളെ കൊണ്ടുപോവാം. വിവാഹ തട്ടിപ്പിലൂടെ ഇവരെ വഞ്ചിച്ചത് ഞങ്ങളാ. എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും ഞങ്ങൾ തയ്യാറാ. കോൺസ്റ്റബിൾ,
നോക്കടാ. എങ്ങോട്ട് പോകണ്ടേ? ഞങ്ങളെ തടയാൻ എന്ത് അവകാശം നിങ്ങൾക്കുള്ളത്? ഞങ്ങൾ പോണത് ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലേക്കാ. എടി ലവന്മാര് വെറും കൂലികളാണടി. എന്റെ അമ്മയെ കെട്ടുമ്പോ അച്ഛൻ ഇതുപോലെ ഒരു കൂലി ആയിരുന്നില്ലേ? തലയിലെട്ടിന്റെ പിൻബലത്തിൽ കുറച്ച് കാശുണ്ടായിപ്പോയി. അതിൽ അഹങ്കാരം മൂത്ത് നിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോ ഓർത്തോ ഞങ്ങളുടെ ഭാവിയെ കുറിച്ച്? അന്വേഷിച്ചോ ഞങ്ങൾ കെട്ടാൻ പോണ ചെറുക്കനെ കുറിച്ച്, ചെറുക്കന്റെ വീടിനെ കുറിച്ച്, തറവാടിത്തത്തെ കുറിച്ച്, ജോലിയെ കുറിച്ച്? ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കിട്ടിയ ചതിയന്മാരെയല്ല, സ്നേഹമുള്ളവരെയാ, നല്ലവരെയാ. ഞങ്ങളെ പറ്റിച്ച് ഉള്ള പണ്ടവും പണവും അടിച്ചെടുത്ത് ഒക്കെ തിരുത്താൻ ഒരു കുട്ടിയും തന്നിട്ട് അവർക്ക് വേണമെങ്കിൽ മുങ്ങാമായിരുന്നു. ജീവിതകാലം മുഴുവൻ ഞങ്ങളോടൊപ്പം കഴിയാനായി കുറേയേറെ കള്ളങ്ങൾ പറഞ്ഞവർ പിടിച്ചു നിൽക്കാൻ നോക്കി. ആ തെറ്റൊക്കെ ഞങ്ങൾ ക്ഷമിച്ചു. ഇനി ആര് ചോദിച്ചാലും തന്റെ അടുത്തോടെ ഞാൻ പറയും, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആ നിൽക്കുന്ന കൂലിയാണെന്ന്. കേട്ടില്ല ഇവര് പറയുന്നത്? ഒരുപക്ഷെ 100 ജന്മം പുണ്യം ചെയ്ത തലമുറയിലെ പിന്തുടർച്ചക്കാരായിരിക്കും നിങ്ങൾ. അല്ലെങ്കിൽ ഇതുപോലുള്ള ഭാര്യമാരെ കിട്ടില്ലടാ. കോൺസ്റ്റബിൾ ആ വിലം കഴിക്ക. കൊണ്ടുപോടാ ഇപ്പൊ പിള്ളേരെ ചേരിയിലോട്ട്. ഇനി ഇവരായി ഇവരുടെ പാടായി. മക്കളെ കഴിഞ്ഞ് നിനക്ക് ചേരി പോയി താമസിക്കണോ? ഇവിടെ താമസിച്ചാ പോരെ? കല്യാണം കഴിഞ്ഞ ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാ. അത് കറക്റ്റ് തന്നെ.